So next we are moving to 723 general purpose regulator, that is 723 IC regulator. The three terminal regulators have the following limitations. അതായത് 3 ടെർമിനലുള്ള റെഗുലേറ്റർ ആണ്. അതിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോ ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ, ഔട്ട്പുട്ട് വോൾട്ടേജസ് ഫിക്സ്ഡ്. ഇതാണ് റെഗുലേഷൻ ഫോർ 723 റെഗുലേറ്റർ. സോ നോ ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ ആൻഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഫിക്സ്ഡ്. വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ഫിക്സ്ഡ് ആയിരിക്കണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ദീസ് ലിമിറ്റേഷൻസ് ഹാവ് ബീൻ ഓവർകം ഇൻ ദ 723 ജനറൽ പർപ്പസ് റെഗുലേറ്റർ വിച്ച് ക്യാൻ ബി അഡ്ജസ്റ്റഡ് ഓവർ എ വൈഡ് റേഞ്ച് ഓഫ് ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് റെഗുലേറ്റഡ് വോൾട്ടേജ്. This IC is inherently low current device. ഇതാണ് നോക്കേണ്ടത്. low current device but can be boosted to provide 5 ampere current or more current by connecting external components. 5 ampere വരെ നമുക്ക് കറണ്ടും തരും. അതല്ല അതിൽ കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ എക്സ്റ്റേണൽ കമ്പോണൻസിനെ ആഡ് ചെയ്ത് നമുക്ക് കൂടുതൽ കറണ്ടിനെ എടുക്കുകയും ചെയ്യാം. The limitations of 723 is that it has no inbuilt thermal protection. ഇതിന് പ്രൊട്ടക്ഷൻ ഇല്ല. It also has no short circuit current limits. Short circuit current limitsum ഇതിന് ഇല്ല. So next is functional block diagram of 723 regulator. രണ്ട് ഡയഗ്രാം ഉണ്ട്. ആദ്യത്തെ ഡയഗ്രാം നമുക്ക് കാണാം. ദിസ് ഇസ് റെഫറൻസ് ആംപ്ലിഫയർ. റെഫറൻസ് ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ടിലാണ് റെഫറൻസ് വോൾട്ടേജ് ഓഫ് -7 വോൾട്ട് പ്ലസ് വി സി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് വോൾട്ടേജ്. നെക്സ്റ്റ് ടെർമിനൽ ദിസ് ഇസ് വാട്ട് ഇസ് ദിസ് സെനർ ഡയോഡ് കോൺസ്റ്റൻറ്റ് കറണ്ട് സോഴ്സ്. ഇനി അടുത്തത് സെക്ഷൻ 2 വരുന്നത് എറർ ആംപ്ലിഫയർ. ഒരു ഓപ്പാമ്പാണ് കണക്ട് ചെയ്തേക്കുന്നത്. അതിൻ്റെ ഔട്ട് നേരെ വന്ന് രണ്ട് ട്രാൻസിസ്റ്റേഴ്സ് Q1 ആൻഡ് Q2 ട്രാൻസിസ്റ്റേഴ്സ്. ദിസ് ഇസ് CL കറണ്ട് ലിമിറ്റ്. ഇത് കറണ്ട് സോഴ്സ് VC ആൻഡ് V ഔട്ട്. ഓക്കെ, ദിസ് ഇസ് ഫ്രീക്വൻസി കോമ്പൻസേഷൻ ആണ്. ഫ്രീക്വൻസി കോം എന്ന് പറഞ്ഞിട്ട് സെക്ഷൻ 2 കൊടുത്തേക്കുന്നത്. ഈ രണ്ട് ഡയഗ്രാം നിങ്ങൾ നോക്കുക. ദി ഫങ്ഷണൽ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് 723 റെഗുലേറ്ററിനകത്ത് രണ്ട് സെക്ഷൻ ഉണ്ട്. ഫസ്റ്റ് സെക്ഷനകത്ത് നമ്മൾ സെനർ ഡയോഡ് കണ്ടു, കോൺസ്റ്റൻറ്റ് കറണ്ട് സോഴ്സ് കണ്ടു ആൻഡ് എ റെഫറൻസ് ആംപ്ലിഫയർ കണ്ടു വിച്ച് പ്രൊവൈഡ്സ് എ ഫിക്സഡ് വോൾട്ടേജ് ഓഫ് 7 വോൾട്ട് അറ്റ് ദ ടെർമിനൽ വോൾട്ടേജ്. The constant current source forces the Zener diode to operate at a fixed point so that Zener outputs a fixed voltage. ആ Zener ഡയോഡിൻ്റെ പ്രസൻസ് കൊണ്ടാണ് നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജിനെ റെഗുലേറ്റ് ചെയ്ത് 7 വോൾട്ടിൽ നിർത്താൻ പറ്റുന്നത്. ഇത് ഫസ്റ്റ് സെക്ഷൻ. നെക്സ്റ്റ് സെക്കൻഡ് സെക്ഷൻ്റെ പ്രത്യേകത, ദിസ് സെക്ഷൻ കൺസിസ്റ്റ് ഓഫ് എൻ എറർ ആംപ്ലിഫയർ. ഒരു എറർ ആംപ്ലിഫയർ ഉണ്ട്. സീരീസ് പാസ് ട്രാൻസിസ്റ്റർ Q1, a current limit transistor Q2. The error amplifier compares a sample of the output voltage applied to the inverting input of the amplifier to the reference voltage V reference which is applied at the non-inverting terminal. The error signal controls the conduction of ഏതാണ് സീരീസ് പാസ് ട്രാൻസിസ്റ്റർ Q1. ദീസ് 2 sections ആർ നോട്ട് ഇൻറ്റേർണലി കണക്റ്റഡ്. ഈ രണ്ട് സെക്ഷനും ഇൻറ്റേർണലി കണക്റ്റഡ് അല്ല. ബട്ട് വേരിയസ് പോയിൻറ്റ്സ് ആർ ബ്രോട്ട് ഔട്ട് ഓൺ ദ IC പാക്കേജ്. IC പാക്കേജിലോട്ട് വരുമ്പം ഇതിൻ്റെ പല ഭാഗങ്ങളും ഒരുമിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. 723 റെഗുലേറ്റഡ് IC ഈസ് അവൈലബിൾ ഇൻ 14 പിൻ 14 പിൻ ഡ്യുവൽ ഇൻ ലൈൻ പാക്കേജ് ഓർ 10 പിൻ മെറ്റൽ ക്യാൻ പാക്കേജ്. 14 പിൻ ഡ്യുവൽ ഇൻ ലൈൻ പാക്കേജോ അല്ലെങ്കിൽ 10 പിൻ മെറ്റൽ ക്യാൻ പാക്കേജോ. IC പാക്കേജ് നമ്മൾ കണ്ടതാണ്. 741 ICയിലും 555 ടൈമർ ICയിലും നമ്മൾ കണ്ടതാണ്. 14 പിൻ ഉണ്ടെങ്കിൽ ഡ്യുവൽ ഇൻ ലൈൻ പാക്കേജും 10 പിൻ ഉണ്ടെങ്കിൽ മെറ്റൽ ക്യാൻ പാക്കേജും ആയിരിക്കും. സോ ദിസ് ഇസ് ദ ടോപ്പ് വ്യൂ ഓഫ് IC 723 വോൾട്ടേജ് റെഗുലേറ്റർ. 14 പിന്നുള്ള ഡ്യുവൽ ഇൻ ലൈൻ പാക്കേജാണ് ഈ വരച്ചേക്കുന്നത്. ഫസ്റ്റ് പിൻ നോ കണക്ഷൻ, second pin current limit, third pin current sense, fourth pin inverting input, fifth pin non-inverting input, sixth pin reference voltage, seventh pin -VCC, eighth pin no connection, NC എന്ന് വെച്ചാൽ no connection ആണ്. Ninth pin VZ is the Zener diode voltage.
വി ഔട്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് 10th പിൻ. 11th പിൻ വി സി നമ്മുടെ സീരീസ് പാസ് ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടർ വോൾട്ടേജ്. 12th പിൻ പ്ലസ് വി സി സി. 13th പിൻ ഫ്രീക്വൻസി കോമ്പൻസേഷൻ. 14th pin is no connection. Okay, this is the top view of IC723 dual inline package 14 pin IC. Important features are input voltage എന്ന് പറയുന്നത് 40 volt maximum, output voltage adjustable from 2 volt to 37 volt. അടുത്തത് 150 milliamps output current without external pass transistor. 150 milliamps output current without external pass transistor. Next, output current in excess of 10 amps possible by adding external transistors. Output currents in excess of 10 amps possible by adding external transistors. Can be used as either a linear or switching regulator. ഇതെല്ലാം 723 റെഗുലേറ്ററിന് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ആണ്. എന്തൊക്കെയാണ്? ഇൻപുട്ട് വോൾട്ടേജ് 40 വോൾട്ട് ആയിരിക്കണം മാക്സിമം. ഔട്ട്പുട്ട് വോൾട്ടേജ് 2 വോൾട്ട് ടു 37 വോൾട്ട് ആയിരിക്കണം. 150 milliamps output current without external pass transistor. Output current in excess of 10 amps possible by adding external transistor. Can be used as either a linear or switching regulator. These are the important features. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ഫീച്ചേഴ്സ്. നെക്സ്റ്റ് ഇസ് സിമ്പിൾ പോസിറ്റീവ് ലോ വോൾട്ടേജ് റെഗുലേറ്റർ. സിമ്പിൾ പോസിറ്റീവ് ലോ വോൾട്ടേജ് റെഗുലേറ്ററിനകത്ത് നമ്മൾ കണ്ട രണ്ട് സെക്ഷനെ ഒരുമിച്ചാക്കിയ ഒരു ബ്ലോക്ക് ഡയഗ്രമാണ്. ഫങ്ഷണൽ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് എ ലോ വോൾട്ടേജ് റെഗുലേറ്റർ. ഇതാണ് നമ്മുടെ സെക്ഷൻ 1 ഡയഗ്രാം. റെഫറൻസ് ആംപ്ലിഫയർ, സെനർ ഡയോഡ്, കറണ്ട് സോഴ്സ്. ഇനി അതിനെ നേരെ കണക്ട് ചെയ്യുന്നത് നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ, ഇൻവെർട്ടിംഗ് ടെർമിനൽ ഓഫ് എറർ ആംപ്ലിഫയർ. ഇവിടെ വന്നൊരു ഫ്രീക്വൻസി കോമ്പൻസേഷൻ കാണാം. അതിൻ്റെ ഔട്ട്പുട്ട് നേരെ വന്ന് സീരീസ് പാസ് ട്രാൻസിസ്റ്റർ, ഇവിടെ വി സി വരുന്നുണ്ട്. സീരീസ് പാസ് ട്രാൻസിസ്റ്ററിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് കറണ്ട് ലിമിറ്റിംഗ് ട്രാൻസിസ്റ്റർ ആൻഡ് നെക്സ്റ്റ് ടു ലോഡ് എക്സ്ട്രാ. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ലോ വോൾട്ടേജ് റെഗുലേറ്റർ, IC ലോ വോൾട്ടേജ് റെഗുലേറ്റർ. ദ വോൾട്ടേജ് അറ്റ് ദ നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ ഓഫ് എറർ ആംപ്ലിഫയർ. എറർ ആംപ്ലിഫയറിൻ്റെ നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജ് എന്ന് പറയുന്നത് ഡ്യൂ ടു പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയാസിങ് R1 ആൻഡ് R2. R1ഉം R2ഉം പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയാസിങ് മൂലം നമ്മളുടെ നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിൽ വരുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ V at non inverting terminal, VNI means V at non inverting terminal is equal to V reference. What is V reference? Reference voltage Vref into R2 divided by R1 plus R2. ഈ വോൾട്ടേജ് ഉള്ളത് കൊണ്ടാണ് ഈ പോയിന്റിലെ വോൾട്ടേജ് നമ്മളിങ്ങനെ എഴുതിയത്. ഡ്യൂ ടു പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയാസിങ്. The difference between non-inverting terminal voltage and output voltage, which is directly fed back to the inverting terminal, is amplified by this error amplifier. The difference between the voltage at non-inverting terminal and output voltage, which is directly fed back to the inverting terminal, then fed back to inverting terminal, is amplified by the error amplifier. The output of the error amplifier drives the transistor Q1 in the base load drives the transistor Q. So as to minimize the difference between non-inverting and inverting inputs of error amplifier, since Q1 is operating as emitter follower, V out is equal to V reference into R2 divided by R1 plus R2, which is a regulated voltage. So this is the working principle of IC723 regulator. So 723 regulator features kandu, diagram kandu, section wise kandu, pin out kandu, functional block diagram kandu. So video കാണുക, നിങ്ങൾ നോട്ട്സ് എഴുതുക, പടം വരച്ച് നോട്ട്സ് എഴുതുക. ഓക്കെ, ഡൗട്ട്സ് ഉള്ളത് ചോദിക്കുക. Okay.